കഠിനമായ വേദന, ബുദ്ധിമുട്ട്, വേസ്റ്റ് ഓഫ് ന്യൂട്രിയൻസ് ഇതെല്ലാം സഹിച്ചാണ് നമ്മുടെ സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം നടക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് ഈ പ്രോസസ്സ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഉത്തരം പ്രഗ്നൻസി എന്ന വാക്കിലാണ് ആരംഭിക്കേണ്ടത്. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവരുടെ ശരീരം കുഞ്ഞിന് വളരാൻ സേഫായ ഒരിടം ഉണ്ടാക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇതിനായി കുറേ എനർജിയും ന്യൂട്രിയൻസും ചെലവഴിക്കുന്നു. പക്ഷേ പ്രഗ്നൻസി കുഞ്ഞിനും അമ്മയ്ക്കുമിടയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. കാരണം അമ്മയുടെ ശരീരത്തിന് അവരുടെ ന്യൂട്രിയൻസ് ഇപ്പോഴുള്ള കുഞ്ഞിനും ഇനി വരാൻ പോകുന്ന കുഞ്ഞിനും കൃത്യമായി നൽകണമെന്നായിരിക്കും. എന്നാൽ കുഞ്ഞ് അല്ലെങ്കിൽ ഭ്രൂണം എന്നത് അച്ഛൻ്റെയും കൂടി ജീനുകൾ ചേരുന്നതാണ്. ആ ജീനുകൾക്ക് വേണ്ടത് ആ ബേബിയെ സംരക്ഷിക്കാൻ മാക്സിമം ന്യൂട്രിയൻസ് എടുക്കുക എന്നതാണ്. ഇത് അമ്മയുടെ ശരീരത്തിനുള്ളിൽ ചെറിയൊരു സംഘർഷം സൃഷ്ടിക്കുന്നു. അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന അവയവമാണ് പ്ലസൻറ്റ. ഇത് അമ്മയുടെ ബ്ലഡ് സപ്ലൈയുമായി കണക്ട് ചെയ്യുന്നു. ഇതുവഴിയാണ് കുഞ്ഞിന് വേണ്ട ഭക്ഷണവും ഓക്സിജനുമൊക്കെ ലഭിക്കുന്നത്. മറ്റ് മിക്ക ജീവികളിലും പ്ലസൻറ്റ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിൻ്റെ അപ്പുറത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ അമ്മയ്ക്ക് കുഞ്ഞിന് ലഭിക്കേണ്ട ന്യൂട്രിയൻസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ മനുഷ്യരിൽ പ്ലസൻറ്റ ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് കണക്റ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അമ്മയുടെ ശരീരത്തിനെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഹോർമോൺസ് അയച്ചുകൊണ്ട് അമ്മയുടെ ബ്ലഡ് ഷുഗറോ ബ്ലഡ് പ്രഷറോ ഒക്കെ മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി എന്നത് ചില സമയങ്ങളിൽ വലിയ റിസ്ക് ആണ്. ഇത് അമ്മയെ നല്ല ടയേർഡാക്കാം. ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് എന്നിവ പോലുള്ള പ്രശ്നങ്ങളിലും എത്തിക്കാം. ഇത്രയും എനർജിയും റിസ്ക്കും എടുക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ശരീരത്തിന് ഒരു തീരുമാനമുണ്ട്. അത് നല്ല ആരോഗ്യമുള്ള ഭ്രൂണത്തെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ്. അവിടെയാണ് ആർത്തവത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ എന്താണ് ആർത്തവം? ആർത്തവം എന്താണെന്നും ഒരു സ്ത്രീ എങ്ങനെ ഗർഭിണിയാകുന്നു എന്നും 3D ആനിമേഷൻ്റെ സഹായത്തോടെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്.